വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ വവുളിഅൽ കിതാബു വജീഅ. എങ്ങനെ ഓതുക? വജീഅ. ഖുർആൻ എഴുതിയത് കണ്ടോ? വജീഅ എന്നാണ്. ഇത് ഫേല് മജ്ഹൂലാണ്. അതിൻ്റെ തജ്വീദും അതിൻ്റെ കാര്യങ്ങളും ഈ ആയത്ത് കഴിഞ്ഞിട്ട് പറയാം. ബിന്നബിയ്യീന വശുഹദാഇ വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ. വഅശ്റഖത്തിൽ അർളു. അശ്റഖ ഖാഫ് എന്താണ്? ഇസ്തിഅലാഇൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് ഖാഫ്. പിന്നെ താ അശ്റഖത്ത് എന്നായിരുന്നു. താ അശ്റഖത്ത് എന്ന അശ്റഖ, അശ്റഖ, അശ്റഖൂ, അശ്റഖത്ത് എന്ന പിന്നെ മുഅന്നസ് ഗായിബ് ആയ ഫിഅല് മാദിയാണ്. അതിൽ കസ്റ എങ്ങനെ വന്നു? ചേർത്തി ഓതാനുള്ള സൗകര്യത്തിന് വേണ്ടി, അതായത് രണ്ട് സുക്കൂനിനെ ഒരുമിച്ച് അറബികൾക്ക് വായിക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ വായിക്കാനുള്ള നിയമം അങ്ങനെ കഴിയില്ല. അതായത് അശ്റഖത്ത് എന്നത് സുക്കൂന്, പിന്നെ ഇത് ഈ അലിഫ് വസ്ലിൻ്റെ ഹംസത്തുൽ വസ്ലാണ്, ചേർത്തി ഓതാനുള്ള. അപ്പോൾ ഇതും ഒരു സുക്കൂനായിട്ട് ഇതും ഒരു സുക്കൂൻ. അപ്പോൾ രണ്ട് സുക്കൂനും പാടെ എന്താവില്ല, ഒന്നിച്ച് വായിക്കാൻ കഴിയില്ല. അപ്പം എന്തായി? അശ്റഖത്ത് ഇതിനെ എന്നുള്ളതിന് ഇതിന് കസ്റ് കൊടുത്തു. എന്നിട്ട് അശ്റഖത്തിൽ അർളു എന്ന് വായിച്ചു. അൽ അർളു എന്നതിൽ ലോദും എന്താണ്? പിന്നെ എന്താ പറയുക, ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ടതാണ്. ബിനൂരി റബ്ബിഹ വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ വവുളിഅൽ കിതാബു വജീഅ. വവുളിയ എന്നുള്ളതും എന്താണ്? വവുളിയ എന്നുള്ളതും ഫിഅലും മജ്ഹൂൽ മാദിയാണ്, അൽ കിതാബു. പിന്നെ വജീഅ എന്നുള്ളതും എന്താണ്? ഫിഅല് മജ്ഹൂൽ മാദിയാണ്. വജീഅ എന്നുള്ളത് ശരിക്ക് വാവ് ജീമ് പിന്നെ യാഉം ഹംസും മതി. പക്ഷെ ഖുർആനിലെ രൂപം ഇങ്ങനെയാണ്. എന്നാ പറയുന്നത്. തുദ്ഹറു അൽ കലിമത്തു ഫിൽ മുസ്ഹബി ബി റസ്മിൻ ഖാസിൻ വജീഅ. ഇതിൻ്റെ റസ്മ് ഖാസാണ്, പ്രത്യേകമായിട്ടുള്ള ഒരു എഴുത്താണ്, അത് രൂപമാണ്. പിന്നെ ഇതിൽ മദ് നൗഉൽ മദ് മുത്തസിൽ വാജിബ് എന്നാണ് ഇതിന് പറയാം. ഇത് വജീഅ എന്ന ഒറ്റ പദത്തിലുള്ള മദ്ദാണ് ഈ മദ്. അപ്പോൾ ഈ മദ്ദിനെ നീട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെ യാ വന്നത്. ആ യാഇൻ്റെ പിന്നെ യാഇനെ മദ്ദായിട്ട് നീട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹുക്കുമ് എന്ന് പറയുന്നത് വാജിബായ മദ്ദാണ്. 4ഉം 5ഉം പ്രാവശ്യം നമ്മുടെ വിരലുകൾ 1, 2, 3, 4, 5 ഇങ്ങനെ മടക്കുന്ന സമയം 4 നിർബന്ധമായിട്ടും അല്ലെങ്കിൽ 5 നിർബന്ധമായിട്ടും ഓതണം. അപ്പോൾ എന്താണ്? അതാണ് അതിലെ മദ്ദും ആ കലിമത്തിലെ അതിൻ്റെ രൂപവും ഒക്കെ. ഖുർആനിൽ ഇത് പ്രത്യേകം ഒരു രൂപമാണെന്നാണ്. ഓക്കെ. പിന്നെ ബിന്നബിയ്യീന മദ് തംകീന് എന്നാണ് ഇവിടത്തെ ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ നീട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇട്ടുണ്ട്. ഇതിൻ്റെ പേര് മദ് തംകീന് എന്ന് പറയും. വശുഹദാഇ എന്നുള്ളിടത്തും മദ് എന്താണ്? മദ് മുത്തസിലാണ്. അപ്പോൾ 4, 5 വിരലുകൾ മടക്കുന്ന സമയം നിർബന്ധമായിട്ടും അടക്കിയിരിക്കണം. വഖുദിയ ബൈനഹും എന്നുള്ളിടത്ത് എന്താണ്? വഖുദിയ ബൈനഹും എന്നുള്ള ഫിഅല് മാളി മജ്ഹൂലാണ്. ബൈനഹും ബിൽ ഹഖ്. എങ്ങനെയാണ് ഓതുക? ബൈനഹും ബിൽ ഹഖ്. ഇവിടെ ഖുദിയ എന്നുള്ള ഖാഫും ലോദും ഒക്കെ ഇതിൽപ്പെട്ടതാണ്, ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ടതാണ്. ഈ ഹുസ്സ എന്താണ്? അതിന് 7 ഹർഫുകൾ പറയാറുണ്ട്, 7 എണ്ണം. ഹുസ്സ പിന്നെ ഖിള് എന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നില്ല. ഓക്കെ. അപ്പോൾ അതിൽപ്പെട്ടതല്ല. ഖാഫും ലോദും ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ടതാണ്. ഇസ്തിഅലായിൽപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ നാവ് അണ്ണാക്കിലേക്ക് പോകുന്നില്ലേ നോക്കാണ്. നാവിൻ്റെ ഈ മുന്നിലെ അറ്റമല്ല, ബാക്കിലെ അറ്റം. വ, ഖ, ത, ഹുസ്സ, ഹു, ഹ,
സ്വാ അങ്ങനെയൊക്കെ പറയുമ്പോൾ നാവ് എടുക്കാൻ പോകണം. സ്വാ നിങ്ങളെ നാവ് അങ്ങോട്ട് ഉള്ളിലേക്ക് വലിയുന്നുണ്ട്. അതാണ് ഹുറൂഫുൽ ഇസ്തിഅ്ലാ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വഖുദിയ ബൈനഹും ഇവിടെ ഇതാണ് ഇഖ്ഫാ ശഫവിയാണ്. ചുണ്ടുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ മണിച്ച് ഓതണം. ബൈനഹും ബിൽ ഹഖി വഹും പിന്നെ ഈ മീമ കണ്ട സുക്കൂന് വന്നിരിക്കണം. അപ്പോൾ ഈ മീം ഹർഫു മുദ്ഹർ അവിടെ ഇദ്ഹാർ ഷഫവിയാണ്. ഇവിടെ ഇഖ്ഫാ ഷഫവിയാണ്. ഇവിടെ ചുണ്ടുകൊണ്ട് ഇതിനെ എന്താക്കണം, വെളിവാക്കണം. ലാ യുദ്ലമൂൻ. ഇൻഷാ അല്ലാഹ് സഹല ഈസി തജ്വീദ്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസീലൻ.